നമസ്കാരം. കഴിഞ്ഞ 1-2 മാസമായി ഞാൻ തിരക്കിട്ട യാത്രകളും ഓട്ടവുമാണ്. അതിന് കാരണം ഈ ചാനൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനും അതുവഴി അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയുമുള്ള പോരാട്ടം എല്ലാ മേഖലകളിലെയും വ്യാപിപ്പിക്കാനുമുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇതിനിടയിൽ ധാരാളം ആളുകൾ എന്നെ വിളിച്ചിട്ട് പല വാർത്തകളും തരാറുണ്ട്. എന്നാൽ എനിക്കത് പൂർണ്ണമായി ശ്രദ്ധിക്കാനോ അതിലേക്ക് ഉൾക്കൊള്ളാനോ ഒന്നും കഴിയാറില്ല. എന്നാൽ ഇന്ന് എനിക്ക് വന്നൊരു കോളാണ് ഏറ്റവും രസകരം. അതിൽ പറഞ്ഞ കാര്യം, രാഹുൽ മാങ്കൂട്ടം ഒരു അവതാരകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി, പിന്നെ അത് വി.ഡി. സതീശനും അതേപോലെ സിന്ധു സൂര്യകുമാറും ഒതുക്കി തീർത്തു എന്നുള്ള കാര്യം നിങ്ങളാണോ പ്രസിദ്ധീകരിച്ചത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കത് അറിയില്ല, ഞാൻ അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ഞാൻ അറിയേണ്ടതാണ്, കാരണം ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ ശ്രദ്ധിക്കാം, അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ച് പറയാമോ, എന്തെങ്കിലും അതിൻ്റെ ലിങ്ക് അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഞാൻ കട്ട് ചെയ്ത്, എനിക്കും അത്ഭുതമായതുകൊണ്ട് എൻ്റെ അറിവില്ലാതെ എന്തായാലും ഇങ്ങനത്തെ ഒരു വാർത്ത വരില്ല എന്നുള്ളതാണെങ്കിലും എൻ്റെ ഓഫീസിൽ എല്ലാവർക്കും വാർത്ത സ്വതന്ത്രമായി ചെയ്യാനുള്ള കഴിവ് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ഞാൻ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ബോധ്യമായി. ഉടൻ തന്നെ ഞാൻ തിരിച്ച് വിളിക്കാൻ ശ്രമിച്ച ആ നമ്പർ കിട്ടി. തിരിച്ച് അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. വാട്സപ്പ് കോളായിരുന്നു. ഉടൻ തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊരു സംഭവം ക്രൈമിൻ്റെ ചാനലുകളിൽ വന്നിട്ടില്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, എല്ലാ ചാനലുകളും ഇതേക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, പേര് പറയാതെയാണ് പറയുന്നത്, എന്നാൽ പേര് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ട്, അത് ക്രൈമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുകയുണ്ടായി. പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2016 നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയാണ് തകർത്തതെന്നും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ് മെനഞ്ഞതെന്നും നമുക്കറിയാം. അന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളും, എന്തിന് ഏഷ്യാനെറ്റ് അടക്കം, മറുനാടൻ ഷാജനടക്കം അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വാർത്ത ചെയ്തു എന്ന് എനിക്ക് പിന്നീട് ഞെട്ടലോടെ ഓർക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അത്രയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് എല്ലാവരെ കൊണ്ടും ഉമ്മൻചാണ്ടി ഒരു പെൺകുട്ടിയെ, സരിതാ നായരെ, തൻ്റെ ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള 26 പേജുള്ള സരിതാ നായരുടെ കത്ത് വ്യാപകമായി പ്രസിദ്ധീകരിക്കുകയും അത് വലിയ തോതിൽ പ്രചരണം നടത്തുകയും CPM അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധു മനുഷ്യനെ, നീതിമാനായൊരു മനുഷ്യനെ ക്രൂശിച്ച് അദ്ദേഹത്തെ ക്യാൻസർ രോഗിയാക്കി അദ്ദേഹം പിന്നീട് അതിൻ്റെ കാരണത്താൽ തന്നെ മരണപ്പെടുകയുണ്ടായി. മരണത്തിൻ്റെ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള CBI റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനു മുമ്പ് പിണറായി വിജയൻ സകല വിധത്തിലും ഈ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ നീതിമാനെ ക്രൂശിച്ചു. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി ക്രൂശിച്ച പോലെ അതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെയും ക്രൂശിച്ചത്. അദ്ദേഹത്തിന് എതിരെ വ്യാപകമായ രൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ വ്യാപകമായ രൂപത്തിൽ സരിതാ നായർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കെട്ടുകഥ തന്നെ ഉണ്ടാക്കി. ക്രൈം മാത്രമാണ് അതിനെതിരെ പോരാടിയിട്ടുള്ളത്. അന്ന് കൃത്യമായി ഒരു അന്വേഷണം നടത്തി പിണറായി വിജയനും മന്ത്രി ഗണേശനും സരിതാ നായരും കൂടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇങ്ങനെ ഒരു കെട്ടുകഥ സൃഷ്ടിച്ചതാണെന്നും അതിനെ ഗൂഢാലോചന നടത്തി 10 കോടി രൂപയാണ് സരിതാ നായർക്ക് കൊടുത്തതെന്നും അതോടെ 10 കോടി രൂപ ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങൾ കൊടുത്തുവെന്നും അതുവഴി ഉണ്ടാക്കിയ പ്രചരണം CPM ഏറ്റെടുത്തുവെന്നും പിന്നീട് 5 കോടി രൂപ ശിവരാജന് തന്നെ കൊടുത്തുവെന്നും ഉള്ള കഥയും ക്രൈം വെളിപ്പെടുത്തുകയുണ്ട്. അത് പിന്നീട് ശരിവെക്കുന്നതായിരുന്നു പിന്നീട് വന്ന വാർത്തകളെല്ലാം. പോലീസ് അന്വേഷിച്ചു. എവിടെയെങ്കിലും ഒരു തുമ്പുണ്ടായിരുന്നെങ്കിൽ പിണറായിൻ്റെ പോലീസ് എന്ത് ചെയ്യും? അത് അന്വേഷണം നടത്തി അതിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ പൂട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആരോപണ വിധേയരായ ഹൈബീഡനെ, KC വേണുഗോപാലിനെ, അനിൽകുമാറിനെ, അങ്ങനെയുള്ളവരെ എല്ലാം തന്നെ അകത്താക്കുമായിരുന്നു. പക്ഷേ ഒരു തരുമ്പ് സത്യമില്ലാത്ത, പണത്തിന് വേണ്ടി മാത്രം, പിണറായി വിജയൻ്റെ വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വികസന നായകനായി മാറ്റിയ തിരുവനന്തപുരം, എറണാകുളം മെട്രോ, അതേപോലെ കണ്ണൂർ എയർപോർട്ട്,
വിഴിഞ്ഞം പോർട്ട് തുടങ്ങി കേരളത്തിൻ്റെ വികസനത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക. അതിനെല്ലാം തന്നെ സമരം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന സന്ദർഭത്തിൽ അതിനെതിരെ കൊണ്ടുവന്ന വലിയൊരു ആരോപണമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തത്. അത് കേരളത്തിൽ മുക്കും മൂലയിലും വീടുകളിലും എത്തിച്ചു. അവസാനം എല്ലാവരും തെറ്റിദ്ധരിച്ചു, ഈ നീതിമാൻ കള്ളനാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ചാരക്കഥ ഏറ്റെടുത്ത ആരാണ്? ഇവിടുത്തെ മനോരമ പത്രവും മാതൃഭൂമി അടക്കമുള്ള എല്ലാ പത്രങ്ങളായിരുന്നില്ലേ? പിന്നീട് അവരെ ദുഃഖിക്കേണ്ടി വന്നു. എന്നാൽ ക്രൈം അന്നും പറഞ്ഞു ഇത് തെറ്റാണ്, കള്ളമാണെന്ന് കൃത്യമായി വിളിച്ചു പറയുകയുണ്ടായി. ഇതേപോലെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വാർത്ത കള്ളമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഒരാളാണ് ക്രൈം. 2006 തന്നെ സരിതാ നായർ തട്ടിപ്പുകാരിയാണെന്നും ബിജു രാധാകൃഷ്ണൻ സരിതാ നായരും കൂടെ ഒരു പെൺകുട്ടിയെ, രശ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടെന്നുള്ള വാർത്ത കൃത്യമായി പ്രസിദ്ധീകരിച്ചെങ്കിൽ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് പോലും ആരും ഫയൽ ചെയ്തില്ല. അത് പിന്നീട് അട്ടിമറിച്ചു. ഇപ്പോഴത്തെ ADGP അജിത് കുമാറാണ് ആ കേസ് അട്ടിമറിച്ച് സരിതാ നായരെ മാപ്പ് സാക്ഷിയാക്കി ബിജു രാധാകൃഷ്ണനെ മാത്രം പ്രതിയാക്കി ആ കേസ് അട്ടിമറിച്ചത്. 2009 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 2013 കാലത്ത് അത് അന്വേഷണം നടത്തി അട്ടിമറിച്ചില്ലായിരുന്നെങ്കിൽ, സരിതാ നായർ ജയിലിലായിരുന്നെങ്കിൽ, ഈ ബിജു രാധാകൃഷ്ണനോടൊപ്പം രശ്മി കൊലക്കേസിൽ ജയിലിലായിരുന്നെങ്കിൽ, ഞാൻ സാക്ഷിയാണ്, എൻ്റെ റിപ്പോർട്ടർ സിന്ധു ട്രിവാൻഡ്രത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ സിന്ധു സാക്ഷിയാണ്. അവർ വീണ്ടും ഈ ക്രൈമിൽ ജോയിൻ ചെയ്യാൻ പോകണം അടുത്ത മാസം മുതൽ. തിരുവനന്തപുരത്തെ റിപ്പോർട്ടറായിട്ട് അവിടുത്തെ ബ്യൂറോ ചീഫായിട്ട് അവർ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അവരാണ് ഈ സരിതാ നായരുടെ കേസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് 100% സത്യമായിരുന്നു. പക്ഷേ സരിതാ നായർ, ഞങ്ങൾ രണ്ടുപേരും സാക്ഷികളായിരുന്നു ആ കേസിൽ. പക്ഷേ സരിതാ നായരുടെ കേസിൽ പിന്നീട് അട്ടിമറിച്ചു. സരിതാ നായരെ മാപ്പ് സാക്ഷിയാക്കി. അങ്ങനെ സരിതാ നായർ ജയിലിൽ കിടക്കേണ്ട സന്ദർഭത്തിൽ അവരെ പുറത്തിറക്കി വ്യാജ കത്തുണ്ടാക്കി. ഗണേശന് അത് 21 പേജുള്ള സരിതാ നായരുടെ ജയിലിൽ നിന്നുള്ള കത്ത് 26 പേജാക്കി. അങ്ങനെ ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന കള്ളക്കഥയുണ്ടാക്കി പകരം വെട്ടിയാർ ഗണേശൻ. ഇപ്പോഴാ കേസ് കൊട്ടാരക്കര കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ള കേസ്. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നെപ്പറ്റി എന്തെല്ലാം വ്യാജമായ ആരോപണങ്ങളാണ് ഉണ്ടാക്കിയുള്ളത്. 2005 ഫെബ്രുവരി മാസത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്ന കാലഘട്ടത്തിൽ ഞാൻ സാമൂഹ്യ ദ്രോഹിയാണെന്നും അശ്ലീല പത്രക്കാരനാണെന്നും അശ്ലീലം മാത്രമാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ അവർ ഒരു സാമൂഹ്യ വിപത്താണെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി പത്രത്തിൽ, ദേശാഭിമാനി പത്രത്തിൽ, മറ്റു പത്രങ്ങളിൽ വലിയ വാർത്തകൾ ഉണ്ടാക്കി. അതാണ് ദേശാഭിമാനിയും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി ആരാണോ ഒരു ഫൈറ്റ് ചെയ്യുന്നത് അവരെ നശിപ്പിക്കുക, കുടുംബത്തോടെ നശിപ്പിക്കുക എന്നുള്ളത് തന്ത്രമാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇര കൂടിയാണ്. എന്തിന് വീണ ജോർജ്, പിണറായി വിജയനും അതേപോലെ റിയാസും എന്നെ തൊടാൻ പറ്റാത്തത് കൊണ്ട് വീണ ജോർജിനെ മുന്നിൽ നിർത്തി എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ എൻ്റെ ഓഫീസിൽ 3 പേരെ കയറ്റി ഞാൻ SC/ST അട്രോസിറ്റി നിയമപ്രകാരം കുടുങ്ങാൻ വേണ്ടി അപകീർത്തികരമായ വാർത്ത മോശപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് 34 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൽ ആദ്യം അവരുണ്ടാക്കാൻ ശ്രമിച്ചാൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കഥയായിരുന്നു. ആ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആ പെൺകുട്ടി പറയാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ആ പെൺകുട്ടി തന്നെയാണ് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓഫീസുള്ള ജീവനക്കാരിയുമായി സംസാരിച്ച റെക്കോർഡ് കൃത്യമായി ഉണ്ടാക്കുകയും ഓഫീസിലെത്തിക്കുകയും അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കാരണം ഒരു കൊട്ടേഷനായിരുന്നു. ഇതുപോലുള്ള സകല വൃത്തികേടുകളും ആരെങ്കിലും ഇവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ഇവർക്കെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക സ്ഥിരമാണ്. ഇപ്പോൾ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ആ വാർത്ത, അതാണ് ഇതിൽ തുടക്കം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതൊന്ന് നമുക്ക് കേൾക്കാം ആദ്യം. പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡനാരോപണം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ. പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നു. മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉന്നതർ ഇടപെട്ട് മൂടിവെച്ചെന്നും വെളിപ്പെടുത്തൽ. മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. സംഭവം ഒതുക്കി തീർക്കുന്ന യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖ രംഗത്തുണ്ട്. യുവ നേതാവും അയാളുടെ ഗോഡ്ഫാദറായ പ്രമുഖ നേതാവും ചാനൽ തലത്തിലുള്ളവരുടെ കാലിൽ വീണുവത്രേ. തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുവത്രേ.
സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവനേതാവ് കുറച്ച് ദിവസങ്ങളായി മുങ്ങി നിൽക്കുകയാണ്. പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രമുഖരും 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അധികകാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല, താമസിയാതെ പുറത്തു വരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത്. ഇതാണ് ദേശാഭിമാനി വാർത്ത. കേട്ടല്ലോ, ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത്. തലയും വാലുമില്ലാതെ കേരളത്തിലെ ഒരു യുവജന നേതാവ് ഒരു അവതാരികയെ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, പിന്നെ ഗർഭചിത്രം നടത്തി. അത് ഒരു അവതാരക, ഒരു ചാനലിൻ്റെ ഹെഡായ ഒരു വനിതാ ജീവനക്കാരി, വനിതാ അവതാരക, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായുള്ള ലേഡി വി.ഡി. സതീശനും മറ്റു നേതാക്കന്മാരും ചേർന്നുകൊണ്ട്, വി.ഡി. സതീശൻ ഇതിൽ പറയുന്നില്ല, ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചേർന്നുകൊണ്ട് ഒതുക്കി എന്നാണ് പറഞ്ഞത്. അതായത് ഇത്രയും കെട്ടിച്ചമച്ച് ദേശാഭിമാനിക്ക് ഒരു വാർത്ത സൃഷ്ടിക്കുകയാണ്. അവർക്ക് തുമ്പും വാലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കെട്ടുകഥയുണ്ടാക്കി പിന്നെ മറ്റുള്ള ചാനലുകളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയാണ്. ഇന്ന് എന്നെ വിളിപ്പിച്ച ആളും എന്നെ കൊണ്ട് അത് ഏറ്റെടുപ്പിച്ച് വാർത്തയാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മുമ്പ് വീണ ജോർജ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അവരുടെ ചൂടൻ കിടപ്പറ രംഗങ്ങളാണെങ്കിൽ ആ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ അടുത്ത് ഒരു വീഡിയോ കൊടുത്തയക്കുന്നു. അത് ഞാൻ പരിശോധിക്കുന്നേ ഇല്ല, മാറ്റി നിർത്തുന്നു. പിന്നെ ഒരു കത്തയക്കുന്നു, നിങ്ങളുടെ കൈവശം ചൂടൻ കിടപ്പറ രംഗങ്ങളുടെ ആ വീഡിയോ വീണ ജോർജിനെ പറ്റി ഉണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് വീഡിയോ ഒരു കത്തയക്കുന്നു. അവർക്ക് അത് കോപ്പി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാനിത് അപകടം മനസ്സിലാക്കി എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പ്രക്ഷേപണം ചെയ്തപ്പോൾ എനിക്കെതിരെ ഞാൻ പ്രക്ഷേപണം ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ച് പിണറായി സർക്കാർ കേസെടുക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യുകയാണ്, ജയിലിൽ അടയ്ക്കുകയാണ്. പക്ഷേ കോടതിയിലെത്തിയപ്പോഴാണ് ഈ വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല, എൻ്റെ കൈവശമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊടുക്കാനാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് കൃത്യമായി പുറത്തുവിടുന്നത്. ഇതേപോലെയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കും, അങ്ങനെ കേട്ട പാതി കേൾക്കാതെ പാതി ഞാൻ പ്രസിദ്ധീകരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു കാര്യം എന്നെ അറിയിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ പെടുത്തുന്നത്. ഇതുപോലെ തെറ്റിദ്ധരിച്ച് കേരളത്തിലെ പല ദൃശ്യമാധ്യമങ്ങളും പല ഓൺലൈൻ ചാനലുകളും ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. ഒരു പ്രമുഖ ചാനലിൽ അതിൽ 2 പേർ ചേർന്നുള്ള ചർച്ചയിൽ പറയുന്നത് ഒരു വടക്കൻ ഭാഗത്ത് അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച തീപ്പൊരി നേതാവാണ് ഇതിലെ കക്ഷി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ നാട് തെക്കൻ ഭാഗത്താണെന്ന് പറയുന്നു. അദ്ദേഹം തീപ്പൊരി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്ന് പറയുന്നു. കേരളത്തിലെ കിടുകിട ഉറപ്പിക്കുന്ന നേതാവാണെന്ന് പറയുന്നു. അതാരാണെന്ന് ഈ പറയുന്ന ഒരാൾ വിളിച്ച പറഞ്ഞവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പല കഥകൾ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കെട്ടുകഥകളാണെന്ന് എൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന കാര്യം പുറത്തുവിടുന്നത്. കാരണം ഇത്തരം ചാനലുകളെ കൊണ്ട് അവിടെയും ഇവിടെയും തൊടാതെ ശരിക്കൊന്നും പറയാതെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടി 1996-97 കാലഘട്ടത്തിൽ ഐസ്ക്രീം പാർലർ പെൺവാണിഭ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് പോലും പേര് പ്രസിദ്ധീകരിക്കാൻ മടി കാണിച്ച് അത് ഒത്തുതീർപ്പാക്കി പി ശശി 1 കോടി രൂപയും 1 കോടി രൂപ പിണറായി വിജയനും വാങ്ങി ഒത്തുതീർപ്പാക്കിയ ഒരു കേസായിരുന്നു ഐസ്ക്രീം പാർലർ കേസ്. അന്ന് ഈ കാര്യം ക്രൈം പുറത്തുവിട്ടപ്പോഴാണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കി പി ശശി അർദ്ധരാത്രി ജയിലിലടച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്, ജയിലിൽ വെച്ച് ക്രിമിനലുകളെ കയറ്റി കൊല്ലാൻ ശ്രമിച്ചത്. ഇതേപോലെ അത് സത്യം പറഞ്ഞതിനാണ്. കാരണം അവർ ഒതുക്കുന്ന പാർട്ടിയാണ്, പൈസ പിടിച്ച് ഒതുക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത്. അന്ന് പിന്നീട് ആ വാർത്ത ഇന്ത്യ വിഷൻ പ്രസിദ്ധീകരിക്കേണ്ടായി. ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ സത്യസന്ധമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കല്ലട സുമാനപ്പെട്ട്. എന്നാൽ ഇവിടെ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ എല്ലാ മേഖലയും ഞാൻ അന്വേഷിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യത്തിൽ യാതൊരു തെളിവുമില്ല, ഇങ്ങനൊരു സംഭവമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പെട്ടിട്ടുമില്ല. അതേപോലെ സിന്ധു കുര്യമാർ ഇങ്ങനെ ഒരു കാര്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമില്ല, ഇങ്ങനെ ഒരു അവതാരികയെ പീഡിപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? പേര് പറയാതെ അപ്പുറം ഇപ്പുറം പേര് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കുന്ന രൂപത്തിൽ അത് രാഹുൽ മാങ്കൂട്ടമാണ്. മുമ്പ് ഇതേപോലെ അടൂരിൽ ഒരു വീട്ടിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കഥ വലിയ തോതിൽ ഉണ്ടാക്കുകയുണ്ടായി. അത് കെട്ടുകഥയായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗണേശനുമായി ഗൂഢാലോചന നടത്തി കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളെ മുഴുവൻ മുന്നിൽ നിർത്തി കളിച്ചത്,
കെട്ടത്, എന്നെ നാണം കെട്ടത്. കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി മാപ്പ് പറയേണ്ടി വന്നു. ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ ഈ രൂപത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച കേരളത്തിലെ മാപ്രകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വലിയ ബുദ്ധിമുട്ട്? നമുക്ക് ചാരക്കേസിലൂടെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും മറിയം റഷീദിന്റെ ഗുഹ്യഭാഗങ്ങളെ അടക്കം വർണ്ണിച്ചുകൊണ്ട് മഞ്ഞ പത്രങ്ങളെക്കാൾ വളരെ വികൃതമായി പ്രസിദ്ധീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നമ്പി നാരായണൻ പിന്നീട് ഉണ്ടായത്? നമ്പി നാരായണൻ കേസ് കൊടുത്ത് അവസാനം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നത് ആരാണ്ടാക്കിയിരുന്നത്? ദേശാഭിമാനി പത്രമാണ്. ദേശാഭിമാനി പത്രവും സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചന ഫലമായിരുന്നു അപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. ഈ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന CIക്ക് മറിയം റഷീദിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ചാരക്കഥയുണ്ടാക്കി ദേശാഭിമാനിയും ചേർന്ന് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി കേരളം മുഴുവൻ എല്ലാ പത്രങ്ങളെ കൊണ്ടും ഏറ്റെടുപ്പിച്ചത്. അതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രൂപത്തിലൊരു കഥയുണ്ടാക്കി എല്ലാ ദൃശ്യ മാധ്യമങ്ങളെയും ഒരു കഥ സൃഷ്ടിച്ച് വലിയ ചർച്ചകളാക്കി. വലിയ സീനിയർ പത്രപ്രവർത്തകരാണ് ഇതിന് ചർച്ചയ്ക്ക് മുന്നിൽ വരുന്നത്. തൻ്റെ ഇടമുള്ള ആളുകളാണെങ്കിൽ, എന്നെപ്പോലുള്ള ആളുകളാണെങ്കിൽ പേരെടുത്ത് പറയും. അതിന് ഒരു മടിയും ഉണ്ടാവില്ല. കാരണം ഞാൻ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും വാർത്ത പ്രസിദ്ധീകരിച്ച ഒരാളാണ്. ശോഭന ജോർജിനെ കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച ഒരാളാണ്. അതേപോലെ കെ കരുണാകരൻ്റെ പുന്നാരമകൾ പത്മജിയെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചാണ്. അതിനൊക്കെ തെളിവുകൾ മുന്നിൽ കൈ വെച്ചിട്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കാറുള്ളത്. ഞാൻ ഇന്നർ സൈഡിലെല്ലാം അന്വേഷിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും തുമ്പ് കിട്ടാതെ വരില്ല. പക്ഷേ ഈ കാര്യത്തിൽ കള്ളമാണ്. അതേസമയത്ത് ഇത് സത്യമാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് വാർത്ത പ്രസിദ്ധീകരിക്കുക എന്ന് മനസ്സിലാക്കുക. എന്നെ ഇതുപോലെ വളഞ്ഞ വഴി കൂടെ പിടിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കേട്ട പാതി കേൾക്കാതെ പാതി വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ആളല്ല ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇത്രയും വ്യാജമായ കെട്ടുകഥ സൃഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോട് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തൻ തീപ്പരി പ്രാസംഗികനാണ്. കിടുകിട വിറപ്പിക്കും ആരെയും. നിയമസഭയിലാണെങ്കിൽ പിണറായിനെ പോലും വിറപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്ക് തകർന്ന് തരിപ്പണമാകണം. അതേപോലുള്ള ഒരു ഷാഫി പറമ്പിൽ, അതേപോലെ അബി വർക്കി, ഇതുപോലുള്ള ഒരു ശക്തരായ യുവനേത കേരളത്തിലുണ്ട്. അത് VD സതീഷനുമായി ചേർന്നുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവർ പങ്കെടുത്ത് വിജയിച്ചുള്ള ഏതെല്ലാം ഇലക്ഷനുകൾ എറണാകുളത്ത് തൃക്കാക്കര ഇലക്ഷനിൽ 12,000 വോട്ടിന് പകരം 25,000 വോട്ടിന് ജയിച്ചു. പുതുപ്പള്ളിയിൽ 37,000 വോട്ടിന് ജയിച്ചു. 9,000 വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്താണ് 37,800 വോട്ടിന് ജയിച്ചത് ഉമ്മൻചാണ്ടി ഉമ്മൻ. അതിനുശേഷം പാലക്കാട് വിജയിച്ചു. പാലക്കാട് 3,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലത്താണ് 18,890 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അതിനുശേഷം ചേലക്കരയിൽ 22,000 വോട്ട് നഷ്ടപ്പെട്ട 28,000 വോട്ടാണ് CPMന് നഷ്ടപ്പെട്ടത്. 40,000 വോട്ടിന് രാധാകൃഷ്ണൻ ജയിച്ച സ്ഥലത്ത് 11,000 വോട്ടിനാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതോടെ CPM. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവസാനം നിലമ്പൂർ ഇലക്ഷനിൽ വൻ വിജയമാണ് UDF ജയിച്ചത്. അവിടെ 10,000-ഓളം വോട്ട് ആര്യാട ഷൗക്കത്തിൻ്റെ വോട്ട്, 5,000 വോട്ട് PV അൻവറിന്, 5,000 വോട്ട് നമ്മുടെ സ്വരാജിനും കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടെ സ്ഥിതി? കോൺഗ്രസ് CPMൻ്റെ 66,000 വോട്ടുള്ള 56,000 വോട്ടായി മാറും. അവിടെ വിജയം 25,000 വോട്ടായി മാറുമായിരുന്നു. അത് അവിടെ ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഈ പറയുന്ന PV അൻവർ നിൽക്കില്ലായിരുന്നു. 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ജയിക്കുമായിരുന്നു. ഇതാണ് കേരളത്തിലെ CPMൻ്റെ സ്ഥിതി. ഇതിനെ മറികടക്കാൻ എങ്ങനെ അടുത്ത ഇലക്ഷനോട് കൂടിയിട്ട് ഇവിടെ വിജയിക്കാം? അതിൻ്റെ ഭാഗമായി പുതിയതായ അശ്ലീല കഥകൾ, ഉമ്മൻചാണ്ടിയെ തകർത്ത അതേപോലുള്ള അശ്ലീല കഥകൾ നിരത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ തകർക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ കഥ എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ ആരാണ്? നമ്മളെ സ്വരാജാണ്. സ്വരാജ് ആദർശം പറഞ്ഞ് നാട്ടിലെ മുഴുവൻ ജനങ്ങളെ വീമ്പിളക്കുന്ന ആളാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച ആളാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്വരാജാണ് ശിവനെയും അതേപോലെ മാളികപ്പുറത്തെയും അതേപോലെ അയ്യപ്പനെയും അവഹേളിച്ചത്. ആ ആൾക്ക് ദേശാഭിമാനി പത്രത്തിൽ രാഹുൽ മാങ്കൂട്ടമാണെന്ന് ഉദ്ദേശിച്ച് ഇത്തരം വൃത്തികേടുകൾ പറയാൻ പറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് പുത്തലത്തുനിന്ന് ദിനേശിനെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ ഒരു ശബ്ദരേഖ പുറത്തുവിടുന്നത്. പോലീസുകാരിക്ക് കൊടുത്ത്
കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റഡിയിലുള്ള സമയത്ത് അവിടെ കൊണ്ടുപോയി പോലീസുകാരികളെ കൊണ്ട് കൊടുത്ത സാധനം വായിപ്പിച്ച് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിച്ചമച്ചതാണ് പിണറായി വിജയനെതിരെയുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കിയ കഥ. അത് ഉണ്ടാക്കിയതിന് പിന്നിലെ ബ്രെയിനാണ് പുത്തലത്ത് നാരായണെന്ന്, പുത്തലത്ത് ദിനേശ് എന്ന് ഞാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാവരും തന്നെയാണ് ഇപ്പോഴും ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ആളുകൾ. ദേശാഭിമാനി എന്ന പത്രം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അശ്ലീല പത്രമാണ്. നമുക്കറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തലയിൽ കെച്ച് നടക്കുന്ന ഇവർ ഇപ്പോൾ അശ്ലീല പത്രമാണെന്നുള്ള പത്രത്തിൻ്റെ പത്രാധിപരാണ് ഇവരെന്നുള്ളത് സ്ഥാപിക്കാൻ വലിയ തെളിവുകളൊന്നും വേണ്ട ആവശ്യമില്ല. ചാരക്കഥയും അതേപോലെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ പറ്റി ഉണ്ടാക്കിയ കഥകളും അതേപോലെ VS-നെ പറ്റി കെട്ടുകഥകൾ ഉണ്ടാക്കിയ കാര്യങ്ങളും അയ്യപ്പനെ പറ്റി കെട്ടുകഥകൾ ഉണ്ടാക്കിയ കാര്യങ്ങളും മാത്രം മതി ദേശാഭിമാനി എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്നുള്ള മനസ്സിലാക്കാൻ. എന്നാൽ ഈ പരിപാടിയുടെ ചെലവാവില്ല പിണറായി വിജയൻ. താങ്കളുടെ ബുദ്ധിയിൽ നിന്നും പി ശശി എന്ന പെൺപിടിയൻ്റെ ബുദ്ധിയിൽ നിന്നുമാണ് ഇതെല്ലാം വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MLA-യുടെ മകളെ, ഒരു MLA-യുടെ CPM MLA-യുടെ മകളെ പീഡിപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്, പാർട്ടി അന്വേഷണ റിപ്പോർട്ട് കൈവശമുള്ള പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഞാൻ എത്രയോ പി ശശി മുമ്പ് EK നായരുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചതിൻ്റെ സ്വാധീനിച്ച ലൈംഗികമായി ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു. 1999 ജൂൺ 30 അർദ്ധരാത്രി ക്രൈമിൻ്റെ ഓഫീസ് 1 മണിക്ക് റെയ്ഡ് ചെയ്ത്, അടിയന്തരാവസ്ഥ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ വീഡിയോകളെല്ലാം ഇതെല്ലാം എടുത്തുകൊണ്ടുപോയിട്ടുള്ള അതാണെന്ന്, കാസറ്റുകളെല്ലാം എടുത്തുകൊണ്ടുപോയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കോടതി രേഖകൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പാർട്ടി ഭരിക്കുന്ന കാലത്ത് ഇതുമുണ്ടാകും, ഇതിലപ്പുറമുണ്ടാകും.